ചായക്കൊപ്പം കഴിക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ്ഗ് സ്നാക്സ് നോക്കിയാലോ. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 4 കോഴിമുട്ട പുഴുങ്ങിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ മുട്ടയുടെയും ഒരു ചെറിയ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് അതിൻ്റെ മഞ്ഞ മാറ്റിയിട്ട് വൈറ്റും വെവ്വേറാക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 1/2 കപ്പ് സവാള, ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും പാടെ ഇട്ടിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് ഒന്നും പാടെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം. എന്നിട്ട് സവാള നല്ലവണ്ണം വഴന്നു വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്തിട്ട് ഒന്നും പാടെ നല്ലവണ്ണം തന്നെ ആ മസാലകളുടെ സ്മെല്ലൊക്കെ മാറുന്ന വരേക്ക് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നല്ലവണ്ണം വഴന്നു വന്നതിന് ശേഷം മുട്ടയുടെ മഞ്ഞ ഇട്ടിട്ട് നല്ലവണ്ണം തന്നെ ഇതിലൊന്ന് നമുക്ക് ഉടച്ചിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് കുറച്ച് മല്ലിയിലും പാട് ചേർത്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അധികം ലൂസായിട്ട് പോവരുത്. അപ്പോൾ അത് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നീട് വേണ്ടത് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. അതിലേക്ക് 1 ടീസ്പൂണോളം റെഡ് ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തും പാടെ ഇട്ടിട്ട് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി പുഴുങ്ങിയെടുത്ത കോഴിമുട്ടൻ്റെ ഉൾവശത്തേക്ക് നമ്മൾ ഈ ഫില്ലിംഗ് ഉണ്ടല്ലോ നേരത്തെ തയ്യാറാക്കിയത്, അത് കുറച്ച് ഭാഗം വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത ആ ഒരു പീസ് ഉണ്ടല്ലോ വെച്ചിട്ട് മൈദൻ്റെ ഈ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു മീഡിയം ഫ്ലെയിം ആക്കിയതിന് ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ അല്ലാതെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.